ചില ആളുകൾക്കൊക്കെ ഒരു പരാതിയാണ്. എൻ്റെ ആവശ്യങ്ങൾ റബ്ബിനോട് ഞാൻ ഒരുപാട് കാലമായി ചോദിക്കുന്നു, പക്ഷെ ഇതുവരെ അത് നിറവേറ്റപ്പെട്ടിട്ടില്ല. അല്ലെ, എൻ്റെ ഒരു പ്രയാസം അത് ദൂരീകരിക്കാൻ നിരവധി കാലങ്ങളായി ഞാൻ ആവശ്യപ്പെടുന്നു, റബ്ബിനോട് കേണപേക്ഷിക്കുന്നു, പക്ഷെ അത് ഇതുവരെ നടപ്പിലായിട്ടില്ല. അതൊരു പരാതിയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇവിടെ ദുആ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദുആ അതൊരു ഇബാദത്താണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമുക്ക് കൂലി ലഭിക്കുന്നത് പോലെ, നോമ്പനുഷ്ഠിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് സവാബ് ലഭിക്കുന്നത് പോലെ, നമുക്ക് ദുആ ചെയ്താൽ അതിനൊരു പ്രതിഫലമുണ്ട്. അതിൻ്റെ പുറമെ ചോദിക്കുന്നതൊക്കെ കിട്ടുക എന്നതല്ല ദുആഇൻ്റെ ഒരു പ്രത്യേകത. മഹാന്മാരെ പഠിപ്പിക്കുന്നുണ്ട്, ദുആഇൻ്റെ ഇജാബത്ത് ഒരുപക്ഷെ നമ്മൾ എന്താണോ ചോദിച്ചത് അത് തന്നെ നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ അതിൻ്റെ താഴെയുള്ള പല കാര്യങ്ങളും നമുക്ക് ലഭിക്കും. അതൊന്നുമല്ലെങ്കിൽ നമുക്കുണ്ടാവേണ്ടിയിരുന്ന വല്ല പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മിൽ നിന്ന് തട്ടിയകറ്റപ്പെടുന്നു. അതുകൊണ്ടൊരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കേണ്ടത്, അല്ലാഹു തആല തരുന്ന ബലാ പ്രയാസങ്ങളൊക്കെ അതൊരു പരീക്ഷണമാണ്. ദുആഇന്റെ ഉത്തരം പിന്തുന്നു എന്ന കാരണം അതൊരു പരാതിയായി പറയുന്നുണ്ടെങ്കിൽ അത് മനസ്സിന്റെ ഒരു അസുഖമാണ്, അത് ചികിത്സിക്കപ്പെടേണ്ടതാണ്. അല്ലാഹു തആല ദുആക്ക് ഇജാബത്തുള്ള മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.